മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, കോളേജുകൾ ഈ ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ആശയത്തെ അത്ര ഗൗരവത്തോടെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എത്രത്തോളം ശരിയാണ് സർ? അതെ, നമ്മൾ ഇതൊക്കെ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട്, നെസസിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പലപ്പോഴും വരുന്നത്. ഇപ്പം നിങ്ങൾ നോക്കിയാൽ അറിയാം, കേരളത്തിൽ നിന്ന് ഏതാണ്ട് 50,000-ൽ താഴെ വിദ്യാർത്ഥികൾ കേരളത്തിന് പുറത്തും ഇന്ത്യക്ക് പുറത്തുമായി പോകുന്നുണ്ട്. അപ്പോൾ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളടക്കം ഇവിടുന്ന് പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് വരുന്നത്? അപ്പോൾ വരുന്നതിൽ പല കാരണങ്ങളുണ്ട്. പക്ഷേ ഒന്ന് രണ്ട് പ്രധാന കാരണങ്ങൾ വരുന്നത്, ഒന്ന്, നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ അത്ര നല്ലതാണോ? അങ്ങനൊരു ചോദ്യം മനസ്സിൽ വരും. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലായിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. പഴയ കാലത്ത് പണ്ട് മുതലേ കേരളത്തിൽ നിന്ന് ആളുകൾ പുറത്ത് പോയിക്കൊണ്ടിരുന്നു ജോലിക്കുമൊക്കെ ആയിട്ട്. അത് വലിയൊരു മോശപ്പെട്ട കാര്യമൊന്നുമല്ല, ജോലിക്ക്. പക്ഷെ അന്ന് ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ വളരെ ഹയർ എഡ്യൂക്കേഷൻ PhDക്ക് അങ്ങനെയൊക്കെ പോകുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ഇപ്പം അതല്ല. ഇപ്പം നമ്മൾ സാധാരണ വിദ്യാഭ്യാസത്തിന് വരെ, ഇപ്പോൾ BSc ഡിഗ്രിക്ക് തന്നെ വരെ കേരളത്തിന് പുറത്ത് അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ, രണ്ടാമത് നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് ആവശ്യമുള്ള ജോബ് ഇത് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ടോ? ഈ രണ്ട് കാര്യങ്ങൾ പ്രധാനമായിട്ട് ഇവരെ നയിക്കുന്നുണ്ട്, ജോബ് കിട്ടുന്നുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇത് വരുമ്പോൾ നമ്മുടെ കോളേജുകളിൽ ഇപ്പോൾ പല കോഴ്സുകൾക്കും പല പ്രോഗ്രാമുകൾക്കും കുട്ടികളില്ലാതായിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഇവരുടെ നിലനിൽപ്പ് ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ അധ്യാപകരെ ബാധിക്കും, മാനേജ്മെൻറ്റിനെ ബാധിക്കും. പിന്നെ അതിൻ്റെ ഒരു വലിയ ഒരു ക്യാൻവാസിൽ നോക്കുകയാണെങ്കിൽ ആ സമൂഹത്തെയൊക്കെ അത് ബാധിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിനൊരു മാറ്റം വേണമെന്നുള്ളത് ഗവൺമെൻറ്റുകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോളേജുകളിലൊക്കെ തന്നെ പുതിയ കോഴ്സുകളും ഈ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം അടക്കമുള്ള മാറ്റങ്ങളൊക്കെ വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ നമ്മൾ കേൾക്കുമ്പോൾ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാം എന്ന് പറയുന്നത് 3 വർഷത്തെ ഡിഗ്രി എടുത്ത് 4ാമത്തെ ഒരു വർഷം കൂടി ചേർക്കുക എന്നുള്ളതല്ല ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 4 വർഷം ഡിഗ്രി കഴിയുമ്പോൾ ഈ കുട്ടികൾക്ക് വിവിധ മേഖലയിൽ ആവശ്യമുള്ള സ്കിൽസും അവർക്ക് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഒരു മേഖലയിൽ തൊഴിലെടുക്കാനുള്ള ഒരു പ്രാപ്തിയും ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും കൂടി അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. നേരത്തെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഒരു ഡിഗ്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുക എന്നുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവർക്ക് ഏതെങ്കിലും ഒരു മേഖലയിൽ പ്രാക്ടിക്കലായിട്ട് ചെയ്യുന്നതിനുള്ള ഒരു മാറ്റം ഇതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. നമുക്ക് ദൗർഭാഗ്യവശാൽ നേരത്തെ പറ്റിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വൊക്കേഷണൽ ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം കൊണ്ടുവന്നു, എന്നിട്ട് വൊക്കേഷണൽ ഡിഗ്രീസ് കൊണ്ടുവന്നു +2 ഈക്വലായിട്ട്. എന്നിട്ട് നമ്മൾ എന്താ ചെയ്തത്? നമ്മുടെ ഫോക്കസ് മുഴുവൻ എൻജിനീയറിംഗ്, മെഡിസിൻ അല്ലെങ്കിൽ CA ചെയ്തിട്ട് ഈ വൊക്കേഷണൽ ഡിഗ്രി +2 ഡിഗ്രിയെ ഈക്വലൻ ടു +2 ഡിഗ്രി ആക്കുന്ന രീതിയിലായിരിക്കും മാറ്റം കൊണ്ടുവന്നു. അതായത് വൊക്കേഷണൽ ഡിഗ്രിക്കാരൊക്കെ പറഞ്ഞു, ഞങ്ങൾക്ക് +2ൻ്റെ ഈക്വാലിറ്റി തരണം, ഞങ്ങൾക്ക് എൻട്രൻസിന് എഴുതാൻ പറ്റണം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ വൊക്കേഷണൽ ഡിഗ്രി അല്ലെങ്കിൽ വൊക്കേഷണൽ അന്ന് +2 തുടങ്ങിയപ്പോൾ, ഹയർ സെക്കൻഡറി തുടങ്ങിയപ്പോൾ അതിൻ്റെ ഉദ്ദേശം വേറെയായിരുന്നു. അവർക്ക് ഒരു സ്കില്ലും കൂടി ഡെവലപ്പ് ചെയ്ത് പോകേണ്ടവർക്ക് ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നമ്മളൊരു ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അത് നമുക്ക് ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് നമ്മൾ അവിടെ വിട്ടുപോയി. അത് വെറും ഒരു സ്ഥാപനം മാത്രമായിട്ട്, ഒരു +2 കൊടുക്കുന്ന സ്ഥാപനം മാത്രമായിട്ട് അത് മാറുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നതല്ല. ഇപ്പോൾ നമ്മൾ ഈ കുട്ടികളെ 4 ഇയർ ഡിഗ്രി പ്രോഗ്രാമിന് ജോലി ചെയ്യുന്നവർക്ക് അവർക്ക് ഫൗണ്ടേഷണൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്, വൊക്കേഷണൽ കോഴ്സ് കൊടുക്കുന്നുണ്ട്, വൊക്കേഷണൽ കോഴ്സസ് അവർക്ക് അവരുടെ മേഖലയിൽ കൊടുക്കുന്നുണ്ട്, ഇൻറ്റേൺഷിപ്പ് കൊടുക്കുന്നുണ്ട്, മിനി പ്രോജക്റ്റുകൾക്കുള്ള അവസരം കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന പോലെ ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ്, ഇതിനൊക്കെ നമുക്ക് കൊടുക്കാവുന്ന അവസരങ്ങൾ അവർ പഠിക്കുന്ന മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നൽകുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ സമൂലമായ ഒരു കരിക്കുലം ചേഞ്ച് അല്ലെങ്കിൽ സിലബസ് റിവിഷനോട് കൂടിയാണ് ഈ 4 ഇയർ ഡിഗ്രി നമ്മൾ കൊണ്ടുവരുന്നത്. അപ്പോൾ അത് കൊണ്ടുവരുന്നതോടുകൂടി ഞാൻ മനസ്സിലാക്കുന്നത് ഈ കോളേജുകളിൽ സ്വാഭാവികമായിട്ടും ഇതുപോലെയുള്ള ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യേണ്ടി വരും. ഇന്നോവേഷൻസും മറ്റു കാര്യങ്ങൾ. പിന്നെ കോളേജുകൾക്ക് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾ അവിടെ വന്ന് ചേരണമെങ്കിൽ ഇങ്ങനെയൊരു സിസ്റ്റം ഉണ്ടെങ്കിൽ അത് കഴിഞ്ഞാൽ അവർക്കൊരു തൊഴിലിനുള്ള ഒരു സാഹചര്യം ഉണ്ടെന്ന് മനസ്സിലാകും. ആ സാഹചര്യത്തിൽ ഇത്
കുറച്ച് വൈകിയാണെങ്കിലും എല്ലാവരും ഇതിലേക്ക് തന്നെ വരട്ടെ എന്ന് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കുന്നത്. അതെ സർ. ഇതുപോലെ സർ ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്ന ഈ ഒരു ആശയത്തെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹം കൂടി നമുക്ക് വേണ്ടത്. അപ്പം വളരെ സക്സസ്ഫുൾ ആയിട്ട് നമ്മൾ ഗവൺമെന്റിന്റെയും സ്വകാര്യ സ്ഥാപനങ്ങളുടെയൊക്കെ സപ്പോർട്ടോടുകൂടി നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ ഒരു സപ്പോർട്ടിന്റെ ഒരു ആവശ്യകത അത് വലുതല്ല. അതെ, അത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു എന്താ വില്ലേജ് പാർക്ക് എന്നൊക്കെ പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ അതിൽ രണ്ട് കാര്യം പറയാനുള്ളൂ. ഒന്നെന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ഇന്നോവേഷൻ അല്ലെങ്കിൽ ഈ സ്റ്റാർട്ടപ്പ് എന്നൊക്കെ പറയുന്നത് ഒരു എൻജിനീയറിംഗ് ഡിഗ്രി കഴിഞ്ഞവർക്ക് ചെയ്യാവുന്ന ഒരു സാധനമാണെന്നാണ് നമ്മളൊക്കെ കൺസെപ്റ്റിൽ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റേ MSc PhD കഴിഞ്ഞവർക്ക് ചെയ്യാവുന്ന. ബേസിക്കലി ഇതിൻ്റെയൊക്കെ ഒരു ഐഡിയ എന്താ, ഒരു ക്രിയേറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ഈ AI അല്ലെങ്കിൽ റോബോട്ടിക്സ് ഇതുപോലെയുള്ള ആധുനികമായ സാങ്കേതിക വിദ്യകളൊക്കെ നമ്മുടെ സ്കൂൾ വിദ്യാർത്ഥികൾക്ക് വരെ പഠിപ്പിക്കണമെന്ന് വെച്ചുകൊണ്ട് സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിൽ സിലബസ് റിവിഷൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഈ ഖാദർ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ആണെങ്കിലും ആ മേഖലയിൽ ഈ ഒരു മാറ്റങ്ങൾ വരണം എന്നുള്ളതാണ്. കാരണം ഇവരറിയാതെ ഈ കാര്യങ്ങളൊക്കെ പല സ്രോതസ്സുകൾ വഴി ഇവരുടെയൊക്കെ കമ്പ്യൂട്ടറിലേക്കും മൊബൈൽ ഫോണിലേക്കും ഇവരുടെയൊക്കെ ബോധമണ്ഡലത്തിലേക്കൊക്കെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അത് വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് ഇവർക്ക് അതിന് ട്രെയിനിങ് കൊടുക്കുക, ഇവരെ അതിനെ ഒക്കെ താല്പര്യമുള്ളവരെ അതിൽ ഏർലി ഏജിൽ തന്നെ ക്യാച്ച് ചെയ്യുക എന്നൊക്കെ പറയുമല്ലോ. ഏജ് ക്യാച്ച് ചെയ്ത് അവരെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊക്കെ ഉള്ള ഒരു താല്പര്യം വെച്ചാണ്. അപ്പോൾ അതിന് നമ്മൾ സ്വാഭാവികമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നിലനിൽക്കേണ്ടത് ആ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്. ഈ സ്ഥാപനം ഇവിടെ നിൽക്കണമെന്ന് അവിടുത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് സ്ഥാപനങ്ങൾക്കൊക്കെ അത് തോന്നണം. അതെ, പക്ഷേ പലപ്പോഴും നമ്മുടെ ഈ കേരളത്തിൻ്റെ പരിസ്ഥിതിയിൽ നേരത്തെ അങ്ങനെ തോന്നിയിരുന്നില്ല. ഈ അടുത്ത കാലത്ത് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ അങ്ങനെ തോന്നിയിരുന്നില്ല. ഈ സ്ഥാപനങ്ങളൊക്കെ അടച്ചുപൂട്ടിയാലും കുഴപ്പമില്ല എന്നായിരുന്നു സമൂഹത്തിൻ്റെ ഒരു ചിന്താഗതി. ഇപ്പോൾ അത് മാറിയിട്ടുണ്ട്. അപ്പം ഞാൻ പലപ്പോഴും പറയാറുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ വരുന്ന ഇൻഫ്രാസ്ട്രക്ചറുകൾ പല രീതിയിൽ നമുക്ക് വരും. ഇൻഫ്രാസ്ട്രക്ചർ മാത്രമല്ല, ഇപ്പോൾ നമ്മൾ സാധാരണ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് CSR ഫണ്ടിനെ കുറിച്ച് പറയാറുണ്ട്. അപ്പോൾ CSR ഫണ്ട് വച്ചുകൊണ്ട് അവരുടെ വ്യവസായ സ്ഥാപനങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്തൊക്കെ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അവർ കുട്ടികൾക്ക് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്നു. പക്ഷേ അതിൻ്റെ ഒരു തിരിച്ചു കിട്ടൽ അവർക്ക് ഇതിൽ നിന്ന് കിട്ടുകയും ചെയ്യും വ്യവസായ സ്ഥാപനങ്ങൾക്ക്. ആ രീതിയിലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഞാൻ നേരെ പറഞ്ഞില്ലേ, സിന്തറ്റിക് ബയോളജി ആൻഡ് ബയോ മാനുഫാക്ചറിംഗിൽ ഒരു റിസർച്ച് സെൻറ്റർ നമ്മൾ സ്ഥാപിച്ചത് 20 കോടി രൂപ സിന്തേറ്റ് മുടക്കുന്നത്. അത് എൻ്റെ ഒരു ഗുണം സിന്തേറ്റിന് തിരിച്ചു കിട്ടും. കാരണം അവർ ആ മേഖലയിൽ വർക്ക് ചെയ്യുന്നവരാണ്, ഗവേഷണം നടത്തുന്നവരാണ്. അപ്പോൾ അത് തിരിച്ചവർക്കും കിട്ടും. അപ്പോൾ ആ രീതിയിൽ നമ്മൾ വ്യവസായ സ്ഥാപനങ്ങൾ നമ്മൾ മുടക്കുന്നതിന് CSR ഫണ്ടൊക്കെ ഉപയോഗിക്കാം, CSR ഫണ്ടൊക്കെ. പക്ഷേ നമ്മൾ അത് കൂടാതെ കേരളത്തിൽ വളരെയധികം പമ്പ് ചെയ്യുന്ന ഒരു ഫണ്ടാണ് ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ളത്. അത് കാരണം അതൊരു പ്രഷറായിട്ട് ഗവൺമെൻറ്റിന് ഫണ്ട് ചെയ്യാതിരിക്കാൻ പറ്റാതെ വരും. അവർക്ക് ഫണ്ട് കൊടുത്തില്ലെങ്കിൽ അതൊരു വിഷയമായി മാറും. വാർഡ് മെമ്പർമാരും പഞ്ചായത്ത് പ്രസിഡന്റുമാരും ഒക്കെ പ്രശ്നം ഉണ്ടാക്കും. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും, സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പോലും അവർക്ക് നല്ല തോതിൽ ഫണ്ടിങ് എല്ലാ വർഷവും കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഫണ്ടിങ് ഒക്കെ നല്ല നല്ല സ്കീമുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അവിടെ നമ്മൾ ഈ പറയുന്ന ഇതുപോലെയുള്ള അക്കാഡമിക് സ്ഥാപനങ്ങളെ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളാകാം, അല്ലെങ്കിൽ സ്കൂളുകളാകാം, ഇതുപോലെയുള്ള അവർക്ക് വേണ്ട ആ പ്രദേശത്തിൻ്റെ ആവശ്യകതയ്ക്ക് വേണ്ട എന്തൊക്കെ ഇന്നോവേഷൻസ് ചെയ്യാൻ പറ്റും, അതിനെ ഡെവലപ്പ് ചെയ്യുന്നതിന് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതിന് വേണ്ടി ഇതിൻ്റെ ഒരു 10% ഫണ്ട് മാറ്റിയാൽ മതി. ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം 10% ഫണ്ട് അവിടെയുള്ള സമീപത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ചെലവഴിച്ച് ഒരു ഇന്നോവേഷൻ ക്ലബെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് ഈ സ്കൂളുകളിൽ ഡെവലപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ടെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുക. ഈ സൊസൈറ്റിയുടെ ഏതെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ, ആ ഭാഗത്തെ റീജിയണൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് ഈ അക്കാഡമിക് രംഗത്ത് പ്രവർത്തിക്കുന്നവരുടെ സഹായം നേടുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മ്യൂച്വലായിട്ട് കൊടുക്കുന്ന രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഇന്ന് നടത്തുന്ന പല പ്രവർത്തനങ്ങളും കുറച്ചും കൂടെ നല്ല രീതിയിൽ, മെച്ചപ്പെട്ട രീതിയിലാവും. ഈ ഫണ്ടുകൾ
വെറുതെ കളയുന്ന പ്രവണത നമുക്ക് ഇതാകാം. ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ വെള്ളക്കെട്ട് പോലെയുള്ള കാര്യങ്ങളൊക്കെ ഇല്ലേ, വെള്ളക്കെട്ടൊക്കെ ശാസ്ത്രീയമായി പരിഹരിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അപ്പോൾ അത് സിവിൽ എഞ്ചിനീയർ വേണമായിരിക്കും, എൻവയോൺമെൻറ്റൽ എക്സ്പെർട്ട് വേണമായിരിക്കും, ജിയോളജി എക്സ്പെർട്ട് വേണമായിരിക്കും, ഇവരൊക്കെ ചേർന്നുകൊണ്ട് വേണം. അപ്പോൾ അതിന് പറ്റിയ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്യാതെ ഏതെങ്കിലും ഒരു പ്രദേശത്തെ മുനിസിപ്പൽ കോർപ്പറേഷനോ അല്ലെങ്കിൽ പഞ്ചായത്തോ അവരുടെ എഞ്ചിനീയറെ വെച്ചുകൊണ്ടൊരു താൽക്കാലികമായ സൊല്യൂഷനാണ് പലപ്പോഴും കണ്ടെത്തുന്നത്. അപ്പോൾ അത് നമ്മൾ മാറണം. അപ്പോൾ സ്വാഭാവികമായിട്ടും സൊസൈറ്റിയിലും ഒരു പൂർണ്ണമായ പിന്തുണ ഈ കാര്യത്തിൽ വേണം. അതിന് ഏറ്റവും കൂടുതൽ സഹായിക്കാൻ പറ്റുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കാണ്. താങ്ക് യു സർ. താങ്ക് യു. സഫീർ സാറിലേക്ക് വരാം. സർ, സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസുകളിലേക്ക് അന്ന് സ്വകാര്യ കമ്പനികൾ വന്നപ്പോൾ, ഇൻഡസ്ട്രികൾ വന്നപ്പോൾ ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ് ചെയ്തെടുത്തു. നമ്മുടെ ഒരു കോണ്ടെക്സ്റ്റ് എടുക്കുവാണ്, കേരളം എടുക്കുവാണ്, കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് ഇൻഡസ്ട്രികൾ വരുമ്പോഴത്തേക്കും അവിടേക്ക് ഇതുപോലുള്ള സ്ഥാപനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ടും കമ്പനികൾ വരുന്നുണ്ടാകുമോ, അതിൻ്റെ സാധ്യതകൾ എങ്ങനെയാണ്, അതിൽ നിന്നും കമ്പനികൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ് ഒക്കെ എന്തൊക്കെയാണ്, എത്രത്തോളമാണെന്നതിനെ കുറിച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അതെ, ഇപ്പൊ കമ്പനികൾക്ക് ഈ കോൺസെപ്റ്റ് ക്ലിയർ ആയി കിട്ടണമെങ്കിൽ അവർക്ക് വേറെ കമ്പനികൾക്ക് ഈ പ്രോഫിറ്റ് മേക്ക് ചെയ്ത് കാണിക്കണം. ഇപ്പൊ നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ ഒരു ബിസിനസ് സംവിധാനം എടുത്തു കഴിഞ്ഞാൽ ഓൾറെഡി ഒരാളൊരു ബിസിനസ് ചെയ്ത് അത് സക്സസ് ആകുമ്പോഴാണ് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത്, പലപ്പോഴും കോപ്പി മെക്കാനിസം ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ അങ്ങനെ ഇൻവെൻഷൻ ബേസ്ഡ് ബിസിനസ്സുകളല്ല നമ്മുടെ സമൂഹത്തിൽ കൂടുതലായിട്ടും ഉള്ളത്. അത് ഓൾറെഡി ഒരു IT കമ്പനി നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കി കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അതുമായി ബന്ധപ്പെട്ട് അടുത്തൊരു IT കമ്പനി ഉണ്ടാവുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ബിസിനസ്സുകളാണ് ഇവിടെ ഉണ്ടാകുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതേ മെക്കാനിസം തന്നെ ഇതിലും വർക്ക്ഔട്ട് ആവും. അതായത് നമ്മൾ ഇനിഷ്യലി കുറച്ച് കമ്പനികൾ, നമ്മൾ ഏർലി അഡോപ്റ്റേഴ്സ് എന്ന് പറയും. ഇപ്പൊ 2010 സ്മാർട്ട് ഫോൺ വരുന്ന സമയത്ത് ബഹുഭൂരിപക്ഷം ആളുകളും പറഞ്ഞിട്ടുണ്ട് പിന്നെ വയസ്സാം കാലത്ത് ഇതിലിട്ട് തോണ്ടാൻ പോകില്ലേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എടുത്തതാരായിരുന്നു? ഏർലി അഡോപ്റ്റേഴ്സ്. ഒരു 10% ആളുകൾ അത് വാങ്ങി. ഓക്കെ, പിന്നീട് എന്ത് ചെയ്തു, അടുത്തൊരു 30% ആളുകൾ ഇവർ കണ്ടിട്ട് റിസൾട്ട് കണ്ടപ്പോൾ ഇത് കൊള്ളാലോ എന്ന് കരുതിയിട്ടാണ് അടുത്ത 30% വരുന്നത്. ലാസ്റ്റ് ഒരു 60% എപ്പോഴും എങ്ങനെ വരുള്ളൂ, ഗതികെട്ട അവസ്ഥയിൽ ഇനി വേറെ ഓപ്ഷൻ ഇല്ല എന്നുള്ള അവസ്ഥയിൽ മാത്രമേ വരുള്ളൂ. അപ്പൊ ഇതേപോലെ തന്നെ ആയിരിക്കണം നമ്മൾ ഈ 10, 30, 60 എന്നുള്ള ലെവലിൽ തന്നെ ആയിരിക്കണം ഈ കമ്പനികളെയും കാണേണ്ടത്. ആദ്യം ഒരു 10% കമ്പനികൾ അവരുടെ R&D ഫണ്ട് അല്ലെങ്കിൽ അവരുടെ CSR ഫണ്ട് ഒക്കെ കൃത്യമായിട്ട് അവരെന്ത് ചെയ്യണം, ഇങ്ങനെയുള്ള പ്രോജക്റ്റുകളിലേക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ആദ്യം വരണം. അത് വന്നിട്ട് അവരുടെ റിസൾട്ട്സ്, നമ്മൾ ടെസ്റ്റിമോണിയൽസ് എന്ന് പറയും പോലെ, ഫീഡ്ബാക്സ് എന്ന് പറയും പോലെ, അത് നല്ല ലെവലിൽ എടുത്ത് നമ്മൾ ഹൈലൈറ്റ് ചെയ്യണം. ഇപ്പൊ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ള ഒരു ബ്രാൻഡ് ഇവിടെ വന്നില്ലേ, ആ ഒരു ബ്രാൻഡ് ഒരു ടൂറിസത്തിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ട ഒരു ബ്രാൻഡാണ്. പക്ഷെ അത് എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതോടൊപ്പം ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് എന്നുള്ള കോൺസെപ്റ്റ് എല്ലാ കമ്പനികളും ഉപയോഗിച്ചു തുടങ്ങണം. ക്യാമ്പസുകൾ മാത്രം ഉപയോഗിച്ചില്ല, ക്യാമ്പസുകൾ ഇൻഡസ്ട്രി വിളിച്ചാൽ അവർ വരില്ല. പക്ഷെ ഇൻഡസ്ട്രിക്ക് തോന്നണം എന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ നമ്മുടെ കമ്പനിയുടെ ആവശ്യമാണ് ഈ സംവിധാനം. അപ്പൊ അവരിങ്ങനെ ചോദിക്കും, നമ്മൾ ക്യാമ്പസിൽ വന്നോട്ടെ, നമ്മൾ ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഒരു ഡിമാൻഡ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. ഒരു റിക്വസ്റ്റ് പോലെ ബേക്കി നടന്ന് കിട്ടുന്ന സംവിധാനമല്ല. രണ്ട് കൂട്ടർക്കും ഇത് വിൻ വിൻ ആണെന്ന് തോന്നണം. ക്യാമ്പസുകൾക്ക് അവരുടെ നിലനിൽപ്പാണ്, അവരുടെ ഗ്രോത്ത് ആണ്, അതുകൊണ്ട് അവരെന്ത് ചെയ്യണം, അത് ചെയ്യണം. അപ്പൊ കമ്പനികൾ എന്ത് ചെയ്യണം, ഇനിഷ്യേറ്റീവ് എടുക്കണം. അപ്പൊ ഇവിടെ നമ്മൾ ക്യാമ്പസുകളോട് പറയുന്നത്, ഒരു ക്യാമ്പസ്, ഒരു നാട്ടിൽ ഒരു കോളേജ്, ആ നാട്ടിലെ കുറെ കുട്ടികൾ പഠിക്കുന്ന ഒരു സംവിധാനത്തിൽ നിന്ന് മാറണം. പകരം നമ്മൾ ആലോചിച്ച് നോക്കണം, ഇപ്പൊ നമ്മളിപ്പോ പറയുന്നത് ഓക്കെ, ഇപ്പൊ നമ്മൾ ലോകത്തെ 193 രാജ്യങ്ങൾ പറഞ്ഞ 46 രാജ്യങ്ങൾ ലീസ്റ്റ് ഡെവലപ്ഡ് ആണ്. ഇപ്പൊ നൈജീരിയ, സുഡാൻ പോലുള്ള ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ. ഈ രാജ്യങ്ങളിൽ അവരുടെ ഡെവലപ്മെന്റ്സ് ആണ് നമ്മുടെ ഓപ്പർച്യൂണിറ്റി എന്നതാണ്. ഈ 46 രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കേരളം, ഇപ്പൊ ഇന്ത്യ എടുത്തു കഴിഞ്ഞാൽ അവരെക്കാളും ബഹുഭൂരിപക്ഷം മുന്നിൽ നിൽക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഈ 46 രാജ്യങ്ങളിൽ നിന്നും സത്യത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, കുട്ടികളെ ഇവിടെ കൊണ്ടുവരാനുള്ള ഇനിഷ്യേറ്റീവ്സ് നമ്മൾ എന്ത് ചെയ്യണം, ഗവൺമെന്റും പ്രൈവറ്റും എടുക്കണം. ഓക്കെ, അത് നമ്മളിപ്പോ ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നത് പോലെ ഒരു എഡ്യൂക്കേഷണൽ ടൂറിസം കൂടിയാണ് ഈ സംവിധാനം. അതോടൊപ്പം ഇപ്പൊ 44 രാജ്യങ്ങളാണ് ഡെവലപ്ഡ് നേഷൻസ്. ഇപ്പൊ USA പോലെ, UAE പോലെ രാജ്യങ്ങൾ. ഇവിടെ നിന്ന് കുട്ടികൾ ഫുൾ ടൈം ആയിട്ട് പഠിക്കാൻ വന്നോളണമെന്നില്ല, വരാൻ സാധ്യത ഉണ്ട്, പക്ഷെ വന്നോളണമെന്നില്ല, കാര്യം അവർക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവരൊക്കെ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരു ഫിനിഷിംഗ് സ്കൂൾ പ്രോഗ്രാം പോലെ ഒരു 6 മാസം ഒരു കൾച്ചറൽ ട്രാൻസ്ഫറിങ് അല്ലെങ്കിൽ ഒരു ടൂറിസം ബേസ്ഡ് സംവിധാനങ്ങളൊക്കെ ആയിട്ട് ഷോർട്ട് ടൈം പ്രോഗ്രാമുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്യാമ്പസുകൾക്ക് കൊടുക്കാൻ പറ്റും. ഒരു ഡിപ്ലോമ പ്രോഗ്രാം പോലെയുള്ള സംവിധാനം. കാര്യം അവർ ചിലപ്പോൾ 1 month പ്രോഗ്രാം ആയിരിക്കും, അല്ലെങ്കിൽ 3 months ആയിരിക്കും, 6 months ഒക്കെ ആയിരിക്കും അവർ എന്ത് ചെയ്യുന്നത്, വന്ന് നിൽക്കുന്ന ചെറിയ ചെറിയ പ്രോഗ്രാമുകളിൽ നമുക്ക് ഇവരെ കൊണ്ടുവരാൻ പറ്റും. ഇന്ത്യ പോലെ നിൽക്കുന്ന 103 രാജ്യങ്ങളാണ് ഡെവലപ്പിംഗിൽ നിൽക്കുന്നത്. അവിടെ നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ 2 ലെവലിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു 36 രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികൾ ഒരു കോളേജിൽ പഠിക്കുന്നുണ്ട് എങ്കിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് 36 രാജ്യങ്ങളിലേക്ക് ഓപ്പർച്യൂണിറ്റീസ് വരെയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ക്യാമ്പസിലേക്ക് ഒരു ഇൻഡസ്ട്രി ഓൺ ക്യാമ്പസ് പ്രോജക്റ്റ് കൊണ്ടുവരാൻ കമ്പനികൾക്ക് ഭയങ്കര താല്പര്യമാണ്. കാരണം ആ ക്യാമ്പസിൽ വന്നു കഴിഞ്ഞാൽ ആ ക്യാമ്പസിലെ മാൻ പവറിലൂടെ എന്റെ ബിസിനസ് ഈ രാജ്യങ്ങളിലേക്ക് കൂടി കൊണ്ടുപോകാൻ കഴിയുമെന്ന് എന്ത് ചെയ്യും, അവർക്ക് മനസ്സിലാവും. അപ്പൊ കൂടുതൽ കമ്പനികൾ എന്ത് ചെയ്യാൻ തയ്യാറാവും, അവരുടെ ഇൻവെസ്റ്റ്മെന്റ്സ് ചെയ്യാൻ തയ്യാറാവും. കാരണം നമ്മളിപ്പോ ഈ ഒരു വേൾഡിൽ എന്താണ്, ഒരു ലാപ്ടോപ്പ്, ഒരു ഇന്റർനെറ്റ് ഉണ്ടെങ്കിൽ എവിടെ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റും. അതിപ്പോ നമ്മൾ കോളേജിന്റെ അകത്തിരുന്ന് വർക്ക് ചെയ്താൽ എന്ത്, സ്കൂളിനകത്തിരുന്ന് വർക്ക് ചെയ്താൽ എന്ത്, വലിയൊരു IT പാർക്കിൽ ഇരുന്ന് വർക്ക് ചെയ്താൽ എന്ത്, എന്തായാലും നടക്കില്ല.
നടക്കുന്നതാണ്. അപ്പൊ നമ്മൾ IT പാർക്ക് ഇരുന്ന് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാൻ പവർ ആക്സസ് കുറയുകയും സ്കൂളിൽ കോളേജിൽ നിന്ന് വർക്ക് ചെയ്യുമ്പോൾ ഫ്രഷേഴ്സ് യങ്സ്റ്റേഴ്സ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ആശയമുള്ള ആളുകളെ വളരെ അഫോർഡബിൾ ആയിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യം വന്നാൽ കമ്പനികൾ ഓഫ് കോഴ്സ് എന്ത് ചെയ്യും, അവരെല്ലാവരും പ്രോഫിറ്റ് മോട്ടീവ് അല്ലേ, അവർ കൂടുതൽ ക്യാമ്പസിലേക്ക് വരും. നമുക്കിപ്പം വേണ്ടത് ഒരു വർക്കിംഗ് മോഡൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ക്യാമ്പസുകളെ നമ്മൾ എന്ത് ചെയ്യണം, പ്രലോഭിപ്പിക്കണം നിങ്ങൾ ഇൻഡസ്ട്രിയെ കൊണ്ടുവരാൻ. കമ്പനികളെ നമ്മൾ പ്രലോഭിപ്പിക്കണം, എന്താണ് നിങ്ങൾ കൊണ്ടുവന്നാൽ ഇന്ന ബെനിഫിറ്റ് ഉണ്ട്. അവിടെ ഒരു വിൻ വിൻ സിറ്റുവേഷൻ ക്രിയേറ്റ് ആയി തുടങ്ങുന്ന മൊമെന്റ്. അത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഡേറ്റ് ആണ് 2026 ജൂലൈ 1. ആ ഡേറ്റ് ആണ് സത്യത്തിൽ നമ്മൾ ഒരു വലിയൊരു റിസർച്ച് നമ്മുടെ ഒരു ടീം എന്ത് ചെയ്യുന്നത് കാണിച്ചു കൊടുക്കുകയാണ് മോഡല്. അപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നത്, മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നും മറ്റു രാജ്യങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ ക്യാമ്പസിലേക്ക് വരുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണം, എനിക്ക് ഇത്രയും രാജ്യങ്ങളിലേക്ക് എക്സ്പോഷർ കിട്ടുന്ന ഒരു ബിസിനസ്സുകാർ മനസ്സിലാക്കുമ്പോൾ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു പോർഷൻ, ചിലപ്പോൾ മേജർ പോർഷനും ക്യാമ്പസുകളിലേക്ക് വന്നേക്കാം. അപ്പൊ ഗവൺമെന്റ് എന്ത് ചെയ്യണം, അതിന്റെ പോളിസീസ് മേക്ക് ചെയ്യണം, ലിബറൽ ആക്കി കൊടുക്കണം ഈ സംവിധാനങ്ങൾ. പലപ്പോഴും നമ്മുടെ പോളിസീസ് ഒക്കെ എന്താണ്, പ്രൈവറ്റോട് വരാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പൊ ഓക്കെ, നമ്മുടെ ഒരു ഫോട്ടോ ലീക്കായി പോകുന്ന ഒരു 30 ഉപയോഗിച്ചാൽ മതി, നോക്കിയ ഫോൺ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുമ്പോൾ റെസ്ട്രിക്ഷൻസ് ഒരിക്കലും സൊസൈറ്റിയെ ഡെവലപ്പ് ചെയ്യില്ല. നമുക്കൊരു ഫ്രീഡം വേണം. ഒരു ഇന്നോവേഷൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫ്രീഡം വേണം. എപ്പോഴും നമുക്കൊരു കണ്ടീഷൻസ് ഇത് ഇങ്ങനെ തന്നെ പോകണം എന്ന് പറയത്തില്ല. അപ്പോൾ ഗവൺമെന്റും കുറെ ഇനിഷ്യേറ്റീവ്സ് എടുക്കണം. ഗവൺമെന്റും പ്രൈവറ്റും തമ്മിൽ ഒരു സംഭവം ഇപ്പൊ നടക്കുന്നുണ്ട്. പലപ്പോഴും ബസ്സൊക്കെ നമ്മൾ KSRTC ബസ്സിലൊക്കെ പറയുന്നുണ്ട് പ്രൈവറ്റ് ബസ്സും ഗവൺമെന്റ് ബസ്സും കോമ്പറ്റീഷനാണ്. സത്യത്തിൽ അവിടെ നമ്മുടെ പെർസ്പെക്റ്റീവ് ആണ്. ഗവൺമെന്റ് എന്ത് ചെയ്യണം എന്ത് ചെയ്യരുത് എന്ന് ഗവൺമെന്റ് ഇനി പോളിസീസ് മേക്ക് ചെയ്തതാണ്. കാരണം പ്രൈവറ്റ് 100% പ്രൈവറ്റിന് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഗവൺമെന്റ് ചെയ്യേണ്ടതില്ല. ഗവൺമെന്റ് PPP പാർട്ട്ണർഷിപ്പ്, നമ്മൾ പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിന് പകുതി ഏരിയ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ R&D സംഭവമാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്, പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പിൽ ചെയ്യുന്ന സംവിധാനം. പിന്നെ പ്യൂർ R&D ആണ്. ഒരിക്കലും പ്രൈവറ്റിനെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് ഗവൺമെന്റ് 100% ഓൺ ചെയ്യുന്നത്. അപ്പൊ ഗവൺമെന്റ് 100% ഓൺ ചെയ്യുന്നത് ഏത് പ്രൊജക്റ്റ് ആയിരിക്കണം, ഗവൺമെന്റ് 50% ഓൺ ചെയ്യുന്ന ഏത് പ്രൊജക്റ്റ് ആയിരിക്കണം, ഗവൺമെന്റ് ഇടപെടാനേ അല്ലെങ്കിൽ വരാനേ പാടില്ലാത്ത ഏരിയ ഏതായിരിക്കണം എന്ന് 3 കാറ്റഗറിയിൽ തിരിക്കണം. അതിപ്പോ നമ്മളിപ്പം കുരുങ്ങിക്കിടക്കുകയാണ്. കാര്യം എന്ന് വെച്ചാൽ പ്രൈവറ്റിന് 100% സക്സസ് ആക്കാനും വയബിൾ ആയിട്ട് ഓടിക്കാനും സൊസൈറ്റിയിൽ ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്ഥലത്ത് ഗവൺമെന്റ് വരേണ്ടതില്ല. ഗവൺമെന്റ് റെഗുലേഷൻ മാത്രം ചെയ്താൽ മതി, ഗവൺമെന്റ് മോണിറ്റർ ചെയ്താൽ മതി, എല്ലാം പെർഫെക്റ്റ്ലി പോകുന്നുണ്ട്, മൊണോപ്പൊളി ആകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ മതി. പക്ഷെ പ്രൈവറ്റിന് 100% പ്രൈവറ്റിന് ചെയ്യാൻ പറ്റും, പക്ഷെ പകുതി ചെയ്യാം. കാര്യം അവർക്ക് എന്താണ്, ഇൻവെസ്റ്റ് ചെയ്താൽ അതിന്റെ റിട്ടേൺ കിട്ടണം. അപ്പൊ പക്ഷെ ഇതിൽ കുറെ R&D ഉണ്ട്, കുറെ സംവിധാനം ഫെസിലിറ്റേഷൻ ചെയ്തിട്ടില്ല എങ്കിൽ ഇത് ചെയ്യത്തില്ല. പകുതി ഫൗണ്ടേഷൻ ഗവൺമെന്റ് ഒരുക്കി കൊടുത്താൽ ബാക്കി നമ്മൾ ചെയ്യാം എന്ന് പറയുമ്പോഴാണ് ഈ സഹകരണ പ്രസ്ഥാനങ്ങൾ വരേണ്ടത്, പബ്ലിക് പ്രൈവറ്റ് പാർട്ട്ണർഷിപ്പ് വരേണ്ടത്. പിന്നെ ഗവൺമെന്റ് 100% ചെയ്തേ പറ്റുള്ളൂ. കാര്യം പ്രൈവറ്റിന് ഒരിക്കലും വയബിൾ ആയിട്ട് അത് ഓടിക്കാൻ കഴിയില്ല എന്ന് വരുമ്പോഴാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. അപ്പൊ അവിടെയാണ് ചിലപ്പോൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഗവൺമെന്റ് ഗ്രാന്റുകളും സബ്സിഡീസും ഒക്കെ കൊടുത്ത് ചിലപ്പോൾ പ്രൈവറ്റിനോട് തന്നെ ചെയ്യാൻ പറയുന്നത്. കാര്യം ഗവൺമെന്റ് എൻഡ് ഓഫ് ദി ഡേ ബിസിനസ് നടത്തേണ്ടവരല്ല. ഗവൺമെന്റ് പോളിസി മേക്കേഴ്സ് ആണ്, റെഗുലേഷൻസ് ആണ്. ഗവൺമെന്റ് കൃത്യമായിട്ടൊരു സൊസൈറ്റിയിൽ എല്ലാവർക്കും എല്ലാ ആനുകൂല്യങ്ങളും കിട്ടുന്നുണ്ട്, ഒരാളും ഒരാളുടെ ആനുകൂല്യങ്ങൾ അപഹരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തേണ്ട ബോഡിയാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ആ പെർസ്പെക്റ്റീവ് ക്ലിയർ അല്ലാത്തതുകൊണ്ടാണല്ലോ എല്ലാത്തിനും ഏതിനും ഗവൺമെന്റിനെ കുറ്റം പറയുന്നത്. അത് ഗവൺമെന്റ് ചെയ്യണം, അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് പോലും മനസ്സിലായിട്ടില്ല എന്താണ് ഗവൺമെന്റ് ചെയ്യേണ്ടത്, എന്താണ് പ്രൈവറ്റ് ചെയ്യേണ്ടത്. ഈ ഒരു പെർസ്പെക്റ്റീവും കൂടി നമുക്ക് കൊടുക്കാൻ കഴിയണം. ടാലറോപ്പ് വളരെയധികം ശക്തമായ ഇനിഷ്യേറ്റീവ് സ്കൂളിലും കോളേജിലൊക്കെ എടുക്കുന്നുണ്ട്. ഗവൺമെന്റിനെ ബ്ലെയിം ചെയ്യാനല്ല നമ്മൾ നിൽക്കേണ്ടതെന്നും പകരം നമ്മൾക്ക് റിയലൈസേഷൻ, നമുക്ക് പ്രാക്ടിക്കാലിറ്റി നമുക്ക് വേണം. ഇന്നതാണ് നടക്കുന്നത്, ഇന്നത് നടക്കില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ പെർസ്പെക്റ്റീവ് രൂപപ്പെടുത്തിയിട്ട് നമ്മൾ ഇറങ്ങാം. ബ്ലെയിം ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. ഈ ബ്ലെയിമിംഗ് ആണ് ഇവിടുത്തെ പ്രശ്നം. പകരം സൊല്യൂഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വഴികൾ കണ്ടുപിടിക്കുന്നതിന് പകരം ഇതെല്ലാം കൂടെ കുറ്റം നമ്മൾ വേറൊരാളുടെ മണ്ടയെ കൊണ്ട് വെച്ചു കൊടുക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട്. ഇതൊക്കെ മാറിയാൽ തന്നെ വലിയൊരു മാറ്റം നമുക്ക് ഈ സൊസൈറ്റിയിൽ ഉണ്ടാക്കാൻ കഴിയും. ഇതിന്റെ കൂടെ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ സ്വാഭാവികമായിട്ട് ഈ ഗവൺമെൻറ് കമ്പനികൾ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രൈവറ്റ് കമ്പനികളാണെങ്കിലും നേരത്തെ ഉണ്ടായിരുന്ന 2000-ന് മുമ്പത്തെ കാര്യമായിട്ടോ പറഞ്ഞത്, നമ്മൾ ഈ വെസ്റ്റേൺ ഈ രീതിയിലുള്ള കമ്പനികളുമായിട്ട് അല്ലെങ്കിൽ അവിടുത്തെ കമ്പനികളൊക്കെ ആയിട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്നുള്ള ചിലത് നമ്മൾ കോപ്പി ചെയ്തുകൊണ്ട് ഒരു ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻസാണ് നമ്മൾ നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അങ്ങനെ ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻ കൊണ്ട് കാര്യമില്ല. നമ്മളൊരു ഡിസ്റപ്റ്റീവ് ഇന്നോവേഷൻ തന്നെ വേണം. അതെ, കംപ്ലീറ്റ് മാറ്റം തന്നെയാണ് വരേണ്ടത്. അപ്പോൾ ആ ഡിസ്റപ്റ്റീവായിട്ടുള്ള ഇന്നോവേഷൻ നിന്നാലേ അത് ഡെവലപ്പ് ചെയ്യും. അതിൽ ചിലപ്പോൾ ചില സക്സസ് ചില ഫെയിലിയർ ഉണ്ടാകും, പക്ഷേ അത് കൂടുതലും സക്സസ് ആയിരിക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ്, ഗവൺമെൻറ് സ്ഥാപനങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ് ആ രീതിയിൽ മാറണം. അതായത് ഗവൺമെൻറ് R&D വിങ്, നമ്മുടെ ഇപ്പോൾ HMT ഒക്കെ നമുക്ക് വന്ന് ഫേസ് ചെയ്തൊരു പ്രോബ്ലം അതാണ്. ഇൻക്രിമെൻ്റൽ ഇന്നോവേഷൻസാണ് അവിടെ നടന്നുകൊണ്ടിരുന്നത് അധിക സമയത്തും. ആ രീതിയിൽ അതിന് നിലനിന്ന് പോകാൻ പറ്റില്ല. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് ഫാക്റ്റിൽ വന്നത് അങ്ങനെയല്ല. അത് നന്നായിട്ട് ഡൈവേഴ്സിഫൈ ചെയ്ത് കഴിഞ്ഞ ഒരു 6 വർഷം കൊണ്ട് ഫാക്റ്റ്
വളരെ നഷ്ടത്തിൽ കിടന്ന ഒരു കമ്പനിയെ വളരെ നല്ല ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ ആ ഒരു ടീമിന് അവിടെ സാധിച്ചു. അത് ആ മാനേജിങ് ഡയറക്ടർ അന്നത്തെയുള്ള CMDയുടെ ഒരു പ്രത്യേക അപ്രോച്ചും അദ്ദേഹത്തിൻ്റെ ഐഡിയാസും ഒക്കെ വെച്ചിട്ടാണ് നടന്നത്. അപ്പോൾ ആ രീതിയിലുള്ളൊരു മാറ്റം നമ്മൾ വേണം. അപ്പോൾ അതോടൊപ്പം തന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇപ്പോൾ ഈ സഹകരണ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ്, ഈ സൊസൈറ്റി ഇതുപോലെ സപ്പോർട്ട് ചെയ്യാൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പറ്റുന്ന ഒന്നാണ് ഈ സഹകരണ സംഘങ്ങളും ബാങ്കുകളും ഒക്കെ, കോപ്പറേറ്റീവ് ബാങ്കുകളൊക്കെ. പക്ഷെ അവർ ആ മേഖലയിലൊന്നും അവർക്ക് തൊടുന്നേയില്ല. ഈ ഇന്നോവേഷൻ അല്ലെങ്കിൽ കുട്ടികളുടെ ഇതുപോലെയുള്ള ക്രിയേറ്റിവിറ്റി ഡെവലപ്മെൻറ്റിന് വേണ്ടിയുള്ള സ്കീമുകളൊക്കെ വളരെ കുറവാണ്. അവർ കൊടുക്കുന്നത് മറ്റ് ചില കാര്യങ്ങൾ, ബാങ്കുകൾ സാധാരണ കൊടുക്കുന്ന കാര്യങ്ങൾ തന്നെ ചെയ്യും. അതല്ല വേണ്ടത്. കാരണം ഏറ്റവും ശക്തമായിട്ട് സഹകരണ മേഖല പ്രവർത്തിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. അപ്പോൾ അവരുടെ ആ കിട്ടുന്ന പ്രോഫിറ്റ് നല്ല രീതിയിൽ ഇതുപോലെ കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി ഡെവലപ്മെൻറ്റിനും ഒക്കെ ഉപയോഗിക്കുന്ന രീതിയിൽ സ്കൂളുകളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും മാറ്റിയെടുക്കുക, അതിനുള്ള ഫെസിലിറ്റേറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ ഇത് മുന്നോട്ട് പോകാൻ സാധിക്കും. നമുക്ക് സാധാരണക്കാർക്ക് അതിനെക്കുറിച്ച് അറിയാത്തതാണോ ശരിക്കും അവർ അങ്ങനെയുള്ള സ്കീമുകൾ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ? അല്ലല്ല, അവരെ പലപ്പോഴും എന്താണെന്ന് വെച്ചാൽ ഈ ആളുകളുടെ ദൈനംദിന ആവശ്യങ്ങളെ മീറ്റ് ചെയ്യുന്ന സ്കീംസുകളായിരിക്കും കൊണ്ടുവരുന്നത്. ഇവർക്ക് ആവശ്യമുള്ള ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ വാഹനത്തിനുള്ള ലോൺ കൊടുക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ ഈ കുടുംബശ്രീ മാതൃകയിലുള്ള പദ്ധതികൾ നടപ്പാക്കുക എന്നുള്ളതൊക്കെ ഒക്കെ ആയിരിക്കും ഇവർ ചെയ്യുന്നത്. ബാങ്കുകൾ ചെയ്യുന്ന പകുതി കാര്യങ്ങൾ അതേപോലെ ആയിരിക്കും ചെയ്യുന്നത്. പക്ഷെ ഇവർക്ക് അല്ലെങ്കിൽ ചിലപ്പോൾ ചില വിദ്യാഭ്യാസ അവാർഡുകൾ കൊടുക്കും. അവാർഡ് കൊടുത്തുകൊണ്ടൊന്നും കാര്യമില്ല. അവാർഡ് നമ്മൾ ആ കുട്ടിയെ ഒന്ന് അംഗീകരിക്കുന്നു എന്ന് അപ്പുറം സൊസൈറ്റിയിൽ അതിന് വലിയ ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ അത് നമ്മൾ അങ്ങനെ ആലോചിക്കാത്തതുകൊണ്ടാണ്, അങ്ങനെ ഒരു വിഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പം അത് അവരുടെ ഒരു മേഖലയായിട്ട് അവർ കരുതുന്നേ ഇല്ല അങ്ങനെയത്. അപ്പോൾ ആ രീതിയിലൊരു മാറ്റം ഈ മേഖലയിലൊക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഈ സൊസൈറ്റി മൊത്തത്തിൽ ഇങ്ങനെയൊരു ഇന്നോവേഷന് വേണ്ടിയിട്ട് നിൽക്കുന്നു എന്നും അത് നമ്മുടെ യുവാക്കൾക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികളിൽ ആ രീതിയിലുള്ള ഒരു കൾച്ചർ ക്രിയേറ്റ് ചെയ്യണമെന്നൊക്കെ തോന്നുകയുള്ളൂ. അപ്പം അതിനുള്ള ധാരാളം അവസരങ്ങൾ കേരളത്തിലുണ്ട്. അത് നമുക്ക് ഭാവിയിൽ നന്നായിട്ട് വരുമെന്നാണ് നമ്മൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്തതിൽ രണ്ടുപേർക്കും നന്ദി അറിയിക്കുകയാണ്. ഒപ്പം പ്രേക്ഷകർക്കും. വീണ്ടും കാണാം മറ്റൊരു അധ്യായത്തിലൂടെ. Until then, bye. This is Reporter News Network.